കോട്ടയം ഭരണങ്ങാനത്ത് ഫ്ളാറ്റിന് മുകളിൽ നിന്ന് വീണ് യുവാവ് മരിച്ചു. മൂവാറ്റുപുഴ കോതമംഗലം സ്വദേശി അമ്പാടി സന്തോഷാണ് മരിച്ചത്. ഭരണങ്ങാനം മേരിഗിരി ജംഗ്ഷനിലുള്ള സ്വകാര്യ ഫ്ളാറ്റിൽ വെച്ചാണ് സംഭവം. പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കോട്ടയം കിടങ്ങൂരിൽ മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിൽ 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് ആർപ്പൂക്കര സ്വദേശി മോഹിത് കൃഷ്ണ, തലയോലപ്പറമ്പ് സ്വദേശി അൻസാരി എന്നിവർ. 60,000 രൂപയാണ് പ്രതികൾ മുക്കുപണ്ടം പണയപ്പെടുത്തി തട്ടിയെടുത്തത്. ഡൽഹിയിൽ AC തലയിൽ വീണ് 18-കാരന് ദാരുണാന്ത്യം. മരിച്ചത് ഡൽഹി ഡോറിവാല സ്വദേശി ജിതേഷ്. സ്കൂട്ടറിലിരിക്കവേ 2ാം നിലയിൽ നിന്ന് AC തലയിൽ വീഴുകയായിരുന്നു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബൈക്ക് മോഷണം പോയ കേസിലെ പ്രതി അറസ്റ്റിൽ. കന്യാകുമാരി നിവാസി ജയശീലനാണ് ശുചീന്ദ്രം പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ പിടിയിലായത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. തിരുവനന്തപുരം മാറുനല്ലൂരിൽ CSI മൂലക്കോണം സഭയുടെ നേതൃത്വത്തിൽ രക്തദാനവും അവയവദാന സമ്മതപത്ര വിതരണവും നടന്നു. സംഘടിപ്പിച്ചത് സഭയുടെ 123ാം ദിനാഘോഷത്തിന്റെ ഭാഗമായി. മാറുനല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. മലപ്പുറം വളാഞ്ചേരിയിൽ സമഗ്ര ശിക്ഷ കേരളയുടെ ഭാഗമായുള്ള ഗുണമേന്മ വർഷ പഠന പരിപോഷണ പരിപാടിയിൽ മികച്ച പ്രൊജക്ടായി എടയൂർ KMUP സ്കൂളിനെ തെരഞ്ഞെടുത്തത് എടയൂർ പഞ്ചായത്ത് തലത്തിൽ അവതരിപ്പിച്ച ഹെൽപ്പിംഗ് ഹാൻഡ് പ്രൊജക്ടിൽ. കൃഷി പ്രജനന രീതികളിൽ കുട്ടികൾക്ക് പരിശീലനം ലഭിക്കുകയും പ്രാവർത്തികമാക്കാൻ അവസരം ലഭിക്കുകയും ചെയ്തു. മലപ്പുറം വലിയകുന്ന് ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 50ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി സംഗമവും ലോഗോ പ്രകാശനവും സംഘടിപ്പിച്ചു. ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് കോട്ടയ്ക്കൽ MLA പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ. ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT ഷഹനാസ് മാസ്റ്റർ മുഖ്യാതിഥി. വയനാട് ജനതയുടെ അതിജീവനത്തിന് കൈത്താങ്ങായി എൻഡ്യൂറൻസ് അത്ലറ്റ്സ് ഓഫ് തൃശൂർ ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിന്റെ സഹകരണത്തിൽ റൺ ഫോർ വയനാട് ചാരിറ്റി റൺ സംഘടിപ്പിച്ചു. പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്ത് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. തൃശൂരിലെ ലോഡ്ജിൽ 2 പേരെ ആക്രമിച്ച് 42 ലക്ഷത്തിലധികം രൂപയുടെ വാക്സ് ഗോൾഡ് പണവും കവർച്ച നടത്തിയ പ്രതി പിടിയിലായത് പരപ്പനങ്ങാടി സ്വദേശി ഇക്ബാൽ. സമാന കേസിൽ ഇതുവരെ അറസ്റ്റിലായത് 6 പേർ.